ഇത് നോക്കടാ. ഇവിടെ സ്ക്രീനിലാ ടച്ച് തൊട്ടാ ബട്ടൺ. കൊള്ളാം അല്ലേ? ഇവിടെ നമുക്ക് സ്ക്രീനിലാണ് ബട്ടൺ. സ്ക്രീനിൽ പ്രശ്നം മാറിക്കോളും. ഓപ്പൺ ചെയ്യട്ടെ അല്ലെ? അടുത്ത ഓപ്പൺ ചെയ്യട്ടെ. അത് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? തരാമോ? ഓപ്പൺ ചെയ്തിട്ടോളൂ. ഈ സൈഡിൽ പിടിച്ചോ. അവിടെ പിടിച്ചോ. അതിന്റെ ഭിത്തിയിൽ ഇരുന്ന വോൾ പോസ്റ്റ് വീഡിയോ എടുക്കുമ്പോഴൊക്കെ ബാക്ക്ഗ്രൗണ്ട് കഴിയും. അതോ എന്തോ അല്ലടി, ഇത് അല്ല, ഇത് കണക്ട് ചെയ്ത് മറ്റേ ഈ സീലിംഗിൽ അടിക്കുന്ന ലൈറ്റ് എന്തോ. ഇതിനകത്ത് പ്രൊജക്ടർ ലെൻസ് പല ടൈപ്പ് വരുന്നുണ്ട്. ഈ സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് മേളത്തിൽ ഇത് മാറ്റാൻ പറ്റും. ഗാലക്സി സ്റ്റാർസ് ഒക്കെ ഇത് വെറൈറ്റി ആയിരിക്കും. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട്. ബിൽ ക്വാളിറ്റി ഏടാ മോനെ, ഒരു വട്ടം പോയതല്ലേ ഇത്? ഇതിവിടെ റിപ്പോർട്ടല്ലേ? ഇതെന്തോന്നറിയാമോ? ബാബത്ത് പറയാമോ? ക്ലോസ് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് കൂടെ വെള്ളം, ഇത് വെള്ളത്തിൽ മുക്കിയിടുക. അപ്പൊ ഇതിനകത്ത് വെള്ളം കയറി രണ്ട് നേരത്തെ ഫ്രിഡ്ജ് വെക്കുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡയമണ്ട് ഷേപ്പില് ഐസ് ക്യൂബ്സ് ആണ്. കുറച്ചു ബിഗ് ബോക്സ് entertainment. No, this is my toy. And it's always and എന്തോ information വേണം. കണ്ടിട്ടുണ്ടോ? ടോയ് ആണെന്നോ? വീണ്ടും ട്രാൻസ്ഫോമറോ? സെയിം ആയിട്ട് വേറെ കളറാണെന്നല്ലോ. നല്ല സാധനമാണ്. നല്ലൊരു ട്രാൻസ്ഫോമർ കിറ്റ്. അടിപൊളി സാധനം. അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതുപോലെ ട്രാൻസ്ഫോം ചെയ്ത് ഇതുപോലൊരു ഓപ്റ്റിമസ് പ്രൈമിന്റെ ട്രക്ക് ആക്കാൻ പറ്റും. അടുത്തത് നിനക്കായിട്ട് പുതിയൊരു സാധനം. ഈ സാധനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം? ഇതൊരു വെറൈറ്റി സാധനമാണ്. സ്ഥാനം ദേഹം നരസിംഹം. ഇതിന്റെ പ്രത്യേകത എന്താ? സൈഡിൽ കണ്ട ഇതെന്തുവാ? സ്പീക്കർ. ഇവിടെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ കൂടെ പാട്ട് കേൾക്കാം. ചാർജിങ് കേബിൾ തലയിൽ വെക്കാം. പാട്ടിട്ട് കേട്ടും കിടക്കും. എങ്ങനെയുണ്ട് സാധനം? ഹലോ അതിന്റെ സൈഡിലാണ് വോളിയം കൂട്ടുന്നത് കുറയ്ക്കുന്നത്. ചാർജിങ് കേബിൾ അതിന്റെ. എങ്ങനെയുണ്ട്? ഇതല്ല ഇവിടെ ഇത് മ്യൂസിക് ഹാറ്റ് ആണ്. നമുക്കിവിടെ വോളിയം കൺട്രോൾ ചെയ്യാം. This is for you, rich കുട്ടായകി. സൂപ്പർ. അവന് ഷൂ ഇല്ലാതെ ചേരുവെങ്കിലേ സമാധാനം വരുന്നുണ്ട്. നീ മറ്റേതും കൂടെ വെച്ച് നടന്നേ ഒന്ന്. അവിടെ നടന്നേ ഒന്ന്. ടൈറ്റ് ആഞ്ഞ ഭാഗ്യം. മൂന്ന് വെറൈറ്റി അല്ലേ? റെഡ് അല്ല, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്. വൈറ്റില് കളർഫുൾ. അടുത്തൊരു ബോക്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അല്ല ഇതെടുക്കുമോ? ഇപ്പൊ വെയിറ്റ് ചെയ്യും. ഇതേ നമ്മൾ നേരത്തെ ചെയ്ത മുതൽ ഫ്രെയിമിന്റെ സെയിം സാധനം, പക്ഷെ അത് വേറൊരു ഡിസൈനിലാണ്. നമ്മൾ മമ്മി ഇത് ഓൺ വെക്കും. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് പോലെ ഇരിക്കും. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിയൽ ലൈഫ് നല്ല ഒരു ലൈറ്റ് വന്നിട്ടാണ്.
ഓ ഇതെന്തുവാ ഇത്? മമ്മി ഇതെന്ത് ചെയ്യും? എന്തൊക്കെയാ ഇത് കഫ്താന്റെ അല്ലേ? ഇതെനിക്ക് അറിയാം. ഇത് അടിപൊളി സാധനമാണ്. നോക്കി കളർഫുൾ. നമുക്കിത് നമുക്ക് വലിച്ച് ഭിത്തി വലിച്ചു കെട്ടാം. മമ്മി ഇത് അങ്ങനെ ഇടുന്നതാണ്. ബാക്ക് പോസ്റ്റർ ആയിട്ട് മറ്റേ ബാക്ക്ഗ്രൗണ്ട് പോസ്റ്റർ ആയിട്ട് വലിച്ചിടുന്നതാണ്. പിന്നെ അടുത്തത് സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതെന്താ വീഡിയോ ഡോർബെൽ കേട്ടോ. ഇത് പിന്നെ ഓപ്പൺ ചെയ്താൽ മതി. വീഡിയോ ഡോർബെല്ലാണ്. ഇത് ഓൺലൈൻ വാങ്ങിയ. അടുത്തത് 3D പ്രിന്റിംഗ് റോക്കറ്റ് ലാമ്പോ. അറിയില്ല. നോക്കട്ടെ. റോക്കറ്റ് ഇതെന്തോ കണ്ടോ റോക്കറ്റ് കാണിച്ചു മുടിയില്ല. ആ ലൈറ്റ് ഓഫ് ചെയ്ത് കുറച്ച് കൊടുത്തിട്ട് ഈ റോക്കറ്റ് പോകുമ്പോ താഴെയുള്ള സ്മോക്ക് മനസ്സിലായോ? ആ അതേ പറഞ്ഞത്. റോക്കറ്റ് പോകുമ്പോ താഴത്തോട്ട് അതിന്റെ എക്സോസ് വരെ ഇത് വരുന്നത് കൊള്ളാവാ. അതിന് ലൈറ്റ് ഇട്ടോ? ലൈറ്റ് ഓരോരോ പരിപാടികളല്ലേ. ഇത് വീണ്ടും എന്തോ പ്രിന്റ് ആണ്. മറ്റേ ഇതിന്റെ റോക്കറ്റ് ഞാൻ എടുക്കാം. ഇത് പൊട്ടിപ്പൊട്ടിച്ച് വേണ്ട. ഇത് നോക്കടാ. മിനിയേച്ചർ മറ്റേ നിഞ്ച സാസിനും മറ്റേ ഇതിന്റെ ഒക്കെ അടുത്ത ഇതും റിങ്ങാ. ഇതൊക്കെ ഇങ്ങനെ എറിഞ്ഞു കളിക്കുന്ന അല്ല അതല്ല സംഭവം. നോക്കാം നീ അവിടെ പോയി അതാണെന്ന് തോന്നുന്നു കേട്ടോ. ഫ്ലൈങ് റിങ് കാണോ? ഫ്ലൈങ് റിങ് വിളിച്ചോ. ഓ പതുക്കാം. കണ്ട നീ പിടിക്കുന്നത് ജസ്റ്റ് സീരിയൽ ആയിട്ട്. അടുത്ത വിളിച്ചു. ഇതെന്തോ 3D മെറ്റൽ പസിൽ കേട്ടോ. അതായത് പസിലടാ റിച്ചുകുട്ടാ. ഇത് പസിൽ. ഇത് എന്തൊക്കെ ഉണ്ടാക്കുന്ന തോന്നുന്നു. ചെറിയ മെറ്റൽ പൈപ്സ് ഇത് കണ്ടോ. ചെറിയ മമ്മി 6 മാസമായി ഞാൻ വാങ്ങിയിട്ട്. ഇത് മെറ്റൽ പസിൽ വന്നിട്ട് ഇതുകൊണ്ട് നമ്മൾ ഓരോ സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. ഇത് കണ്ട ജീപ്പൊക്കെ ഉണ്ടാക്കിയത് ഇതിന്. ഇതുണ്ടാക്കോടെ എത്ര ക്ഷമ ഉണ്ടോ നിനക്ക്? ഇതുപോലെ മമ്മിക്കിട്ടുള്ളതാണ്. ഇതെന്തോ ബംഗാളി തൊഴിലാളിയോ? നിനക്ക് ചെയ്യാൻ പറ്റാത്ത എന്റെ പസിൽ സോൾവ് ചെയ്യുന്നു. ഓ പിക്കപ്പ് ട്രക്ക്. This is a pickup truck for റിച്ചുകുട്ടൻ. സ്മോക്ക് വരുന്നു. ഇവിടെ എന്തോ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുമ്പോ പാക്ക് ചെയ്യുന്ന സ്മോക്ക് വരും. ഓക്കെ വാട്ട് ഈസ് ദിസ്? ഇതുപോലത്തെ ഉള്ള എന്തോ പോസ്റ്ററൊക്കെ ഉണ്ടാകും. ഇത് മറ്റേ ഡെഡ് പൂളിന്റെ മിനിയേച്ചർ. ടേബിളിന്റെ അവിടെ മേളിലൊക്കെ വെക്കാനായിട്ട് ഡെഡ് പൂൾ. ഇതിന്റെ 1, 2, 3 പീസ് ഉണ്ട്. ഇത് ഞങ്ങള് എവിടെയോ പോയപ്പം റിച്ചുകുട്ടന് വേണ്ടി അന്ന് വാങ്ങിയ സാധനം. നിക്കറൊക്കെ ഉണ്ട്. നിക്കർ ഇടിച്ച അവന് നിക്കറില്ലായിരുന്നു. സോക്സ്. ഇനി എനിക്ക് സോക്സ് ഇല്ലായിരുന്നു. ഇത് ആഫ്രിക്കൻ ബ്ലാക്ക് സോപ്പ്. നീ
നോക്ക് ഓട്സ് അലോവേര അർഗൻ ഓയിൽ വൈറ്റമിൻ ഇതെല്ലാം കൊണ്ടുവന്ന ബ്ലാക്ക് സോപ്പ് ഒറിജിനൽ സോപ്പാണ് യൂസ് ചെയ്തത് ചിലപ്പം കറക്കും നല്ലപോലെ ഓ എന്ത് വെടി വെക്കുന്നത് ഇത് നീ ഇത് മാത്രം എടുത്ത് തരുന്ന ഐഡിയ അല്ലേ പറയുന്നത് എടാ വെച്ചു നീ അവിടെ ഇരിക്കുന്നില്ല അറിയാലോ എന്താ ഇത് ജസ്റ്റ് ഇതുപോലെ പ്ലെയിൻ ഉണ്ടാക്കിയിട്ട് മറ്റേ തോക്കിൽ വെച്ചിട്ട് അല്ല തോക്കുന്നില്ലായിരുന്നു തോക്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് ഈ തോക്കിന്റെ ഫ്രണ്ടിൽ വെക്കും പുതിയൊരു ഐഡിയ ശരി ഇതൊക്കെ തീരാത്ത വെച്ച് കിട്ടാൻ നിനക്ക് ഇതൊരു ജാക്കറ്റ് ഞാൻ അവിടെ വെച്ച് തണുപ്പിന് വാങ്ങിയത് വീണ്ടും ഷൂ കിട്ടി മോനെ ഇത് കണ്ടിട്ട് എനിക്ക് കുറച്ച് ചെറുതാന്ന് തോന്നുന്നല്ലേ ഇല്ല ഇല്ല അവന് ചേരും ഇത് നമ്മള് പ്രസ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ തിരിച്ച് ടൈറ്റ് ചെയ്യും കണ്ടാ കാണുന്നില്ലടാ അതേത് നോക്കിയേ ഷൂ നോക്കിയേ അപ്പൊ സൈസിൽ വരുന്ന അവിടുത്തെ കണ്ടാ കൊള്ളാം അല്ലേ ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് വെറൈറ്റി അല്ലേ സ്റ്റാർ സ്ക്രാച്ച് റിമൂവർ ട്രൈ നോക്കാം ജസ്റ്റ് ഇത് തെമോന്ന് വാങ്ങിയതാണ് ജസ്റ്റ് ട്രൈ നോക്കി അപ്പൊ ഇതെന്തു അടി ഷെല്ല് ലൈറ്റ് അല്ലല്ല മഷ്റൂം ഓ മഷ്റൂം അല്ല അമ്മ ഇതിങ്ങനെ ഇത് ചെയ്തിട്ട് സ്ക്രൂ ചെയ്തിട്ട് ഇങ്ങനെ ഭിത്തിയിൽ വെക്കും ജസ്റ്റ് ഷോയ്ക്ക് ഇവിടെ കമോൺ ദിസ് ഈസ് ദ ദുബായ് ടീഷർട്ട് ഇത് ഞാൻ എവിടുന്നോ കണ്ടപ്പോ വാങ്ങിയാണ് ദിസ് ദുബായ് ടീഷർട്ട് മടുത്തെന്ന് പറയുന്നത് ടോയ് കിട്ടി മടുത്തത് എന്തുവാണ് എല്ലാം കുറെ കിട്ടിയില്ല എത്രണ്ണം കിട്ടി അതൊരു പേഴ്സ് ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്ന ഒരു പേഴ്സ് ആണെന്നാണ്